അടി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയുന്നത് പോലെയായിരുന്നു അസമിലെ ഗോഗാമുഖിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം. എന്താണ് സംഭവം എന്നല്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ അസമിലെത്തിയ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ രാജകുമാരനെ ശരിക്കും വട്ടം കറക്കി വിട്ടു. വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് രാഹുൽ ഗാന്ധിക്കുള്ള ചുട്ട മറുപടിയും ട്രോളുമായിരുന്നു മോദിയുടെ ഓരോ വാക്കും. താൻ വിജയങ്ങളുടെ ഹാട്രിക് അടിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ സ്വയം പ്രഖ്യാപിത രാജകുമാരൻ തോൽവികളുടെ ഹാട്രിക്കും കടന്ന് പരാജയങ്ങളുടെ സെഞ്ചുറി അടിക്കാൻ പോവുകയാണെന്നായിരുന്നു മോദിയുടെ മാസ് ഡയലോഗ്. പപ്പുമോൻ ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അറിയാത്ത വെറുതെ രാജകുമാരൻ ചമനം നടക്കുന്നവർക്ക് അസമിന്റെ മണ്ണിൽ ഇനി സ്ഥാനമില്ലെന്ന് മോദി ആനടിച്ചു. ഓരോ തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും തോൽക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ഒരു നേതാവായി രാഹുലിനെ അദ്ദേഹം ജനമധ്യത്തിൽ പരിഹസിച്ചു. അത് മറ്റൊരു സത്യമാണ്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി എറിഞ്ഞത് ഒരു ഒന്നൊന്നര ബോംബായിരുന്നു. കോൺഗ്രസിന്റെ സ്വയം പ്രഖ്യാപിത രാജകുമാരൻ എന്നാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. വെറുതെ വിളിക്കുകയല്ല, അതിന് പിന്നിൽ കൃത്യമായ ഒരു ട്രോളും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞു, ഞാനിതാ രാജഭരണത്തിൽ വിജയങ്ങളുടെ ഹാട്രിക് തികയ്ക്കാൻ പോകുന്നു. എന്നാൽ മറുഭാഗത്ത് ഈ രാജകുമാരനാകട്ടെ തോൽവികളുടെ ഹാട്രിക് തികയ്ക്കാനുള്ള ഓട്ടത്തിലാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും സദസ്സിൽ ചിരിയും കയ്യടിയും ഉയർന്നു. രാഹുൽ ഗാന്ധി എവിടെ തിരഞ്ഞെടുപ്പിൽ നിന്നാലും അവിടെ തോൽവി ഉറപ്പാണെന്നും പരാജയങ്ങളുടെ കാര്യത്തിൽ ഒരു നൂറ്റാണ്ട് തികയ്ക്കാൻ പോകുന്ന ഏക നേതാവ് ഈ രാജകുമാരൻ മാത്രമായിരിക്കുമെന്നും മോദി ആനടിച്ചു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ വെറും കുടുംബ പേരും പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വെറുതെ കളിയാക്കുക മാത്രമല്ല മോദി ചെയ്തത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അസം എങ്ങനെയൊക്കെ മാറിയെന്ന് അദ്ദേഹം വാനോളം പുകഴ്ത്തി. ഒരു കാലത്ത് അഴിമതിയുടെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രമായിരുന്ന അസമിനെ ഇന്ന് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് BJP സർക്കാരാണ്. റോഡുകൾ, പാലങ്ങൾ, പുതിയ ആശുപത്രികൾ, അങ്ങനെ അസമിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. വികസനം എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത കോൺഗ്രസ് നേതാക്കൾക്ക് അസമിലെ ഈ മാറ്റങ്ങൾ കാണുമ്പോൾ കണ്ണ് തള്ളിയിട്ടുണ്ടാവും. അസമിലെ ജനങ്ങൾ NDA സർക്കാരിനെ വീണ്ടും അനുഗ്രഹിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അസമിലെ 15 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് നൽകുമെന്ന് ഉറപ്പ് അദ്ദേഹം നൽകി. ഇതുവരെ വീട് കിട്ടാത്ത ഒരാൾ പോലും അസമിൽ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഗ്യാരണ്ടി നൽകി. അതിലുപരിയായി പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്ന പ്രഖ്യാപനം ഒരു വലിയ മാറ്റത്തിന് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മാത്രമേ അസമിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു മുങ്ങുന്ന കപ്പലാണെന്നും അതിലെ നേതാക്കൾക്ക് ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ താല്പര്യം സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനാണെന്നും മോദി ആനടിച്ചു. അസമിലെ ജനങ്ങൾ കോൺഗ്രസിനെ പണ്ടേ പടിക്ക് പുറത്താക്കിയതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. റാലിയിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ജനങ്ങളുടെ മനസ്സിലിരിപ്പെന്നും 3ാം തവണയും BJP സർക്കാർ അധികാരത്തിൽ വരുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്നും മോദി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയെ ശരിക്കും ഒരു പപ്പു സ്റ്റൈലിൽ ട്രോളി നാണം കെടുത്തിക്കൊണ്ടും അസമിന്റെ വികസന കുതിപ്പിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും മോദി തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. അസം തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ ഗർജനം പ്രതിപക്ഷ പാളയത്തിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും കുടുംബവാഴ്ച രാഷ്ട്രീയത്തെ രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ഈ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ രാജകുമാരൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? വയനാട്ടിലോ മറ്റോ ഏതെങ്കിലും ദുരന്തം നടന്നാൽ അവിടെ ഓടിയെത്തുക, അവിടുത്തെ പാവം ജനങ്ങളെ കെട്ടിപ്പിടിച്ചൊന്ന് അഭിനയിക്കുക, കുറച്ച് ഫോട്ടോകൾ എടുക്കുക, ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന പരിപാടി. ആ ജനങ്ങളുടെ കണ്ണീരൊപ്പാനോ അവർക്ക് വേണ്ട സ്ഥിരമായ സഹായങ്ങൾ ചെയ്യാനോ അദ്ദേഹത്തെ അവിടെ കാണാറേയില്ല. ദുരന്ത സ്ഥലത്തെ ആ സന്ദർശനം കഴിഞ്ഞാൽ പിന്നെ നേരെ വിദേശത്തേക്ക് ഒരു പോക്കാണ്. അവിടെ പോയി നമ്മുടെ ഭാരതത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക, ഇതാണ് ഈ പപ്പുമോന്റെ സ്ഥിരം ശൈലി. വിദേശത്തിരുന്ന് സ്വന്തം രാജ്യത്തെ ചീത്ത വിളിച്ചിട്ട് തിരിച്ച് ഇതേ രാജ്യത്ത് വന്ന് താമസിക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പാണ് മോദി തുറന്നു കാണിച്ചത്. അസം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. ആ മാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മോദി സർക്കാർ എന്നും തയ്യാറാണ്. ഒരു കാലത്ത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായിരുന്ന അസമിനെ ഇന്ന് വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചത് NDA സർക്കാരാണ്.
കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ പണ്ടേ പടിക്ക് പുറത്താക്കിയതാണ്. കുടുംബവാഴ്ച മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് അസമിന്റെ മണ്ണിൽ ഇനി സ്ഥാനമില്ലെന്ന് മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേവലം ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കലല്ല, മറിച്ച് വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ്. അസമിലെ ഓരോ സാധാരണക്കാരന്റെയും ഉന്നമനത്തിനായി മോദി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ വെറും വാക്കുകളല്ല, അവ പ്രവൃത്തി പദത്തിലെത്തിയവയാണ്. ക്ഷേമ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുമെന്നും അസമിനെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്നും മോദി തന്റെ പ്രസംഗത്തിലൂടെ അടിവരയിട്ട് പറഞ്ഞു. സുഹൃത്തുക്കളെ, അസമിലെ മോദിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വലിയ സത്യമുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഈ പപ്പുമോൻ, എപ്പോഴും മോദിയെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം ലളിതമാണ്. അതൊരുതരം രാഷ്ട്രീയ അസൂയാണ്. രാജ്യം മുഴുവൻ കാണുന്ന വികസനം ഈ രാജകുമാരൻ മാത്രം കാണുന്നില്ല. കോൺഗ്രസ് പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ വെറും 10 വർഷം കൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അസൂയയാണിത്. എല്ലാ കുറ്റപ്പെടുത്തലുകൾക്കും പിന്നിൽ ഭാരതം ഇന്ന് ലോക ശക്തിയായി വളരുന്നത് കാണുമ്പോഴും അസമിലെ ഉൾഗ്രാമങ്ങളിൽ പോലും വൈദ്യുതിയും വെള്ളവും വീടും എത്തുന്നത് കാണുമ്പോഴും അതിനെ അഭിനന്ദിക്കാൻ ഈ പപ്പുമോന് മനസ്സ് വരുന്നില്ല. പകരം എങ്ങനെയെങ്കിലും മോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും രാജ്യത്തെ വിദേശ മണ്ണിൽ ചെന്ന് തരം താഴ്ത്തി സംസാരിക്കാനുമാണ് അദ്ദേഹം സമയം കണ്ടെത്തുന്നത്. സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഈ ജനതയെ നയിക്കുക എന്ന ചോദ്യമാണ് ഇന്ന് അസമിലെ ജനങ്ങൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ വികസനത്തിന് കണ്ണടയ്ക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കലാണ്. വയനാട്ടിൽ വന്ന് ജനങ്ങളെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് കൊണ്ടോ വിദേശത്ത് പോയി ഇന്ത്യയെ നാണം കെടുത്തുന്നത് കൊണ്ടോ ഇവിടുത്തെ സാധാരണക്കാരന്റെ വിശപ്പടങ്ങില്ല. അവർക്ക് വേണ്ടത് മോദി നൽകുന്ന ആ ഉറപ്പാണ്, അതായത് മോദി ഗ്യാരണ്ടി. അസമിലെ 15 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കിട്ടുമ്പോൾ, പാവപ്പെട്ടവന്റെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുമ്പോൾ അവിടെ തോൽക്കുന്നത് കോൺഗ്രസിന്റെ അസൂയ നിറഞ്ഞ രാഷ്ട്രീയമാണ്. ഇനിയുള്ള കാലം ഇത്തരം അഭിനയങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും ഭാരതത്തിൽ സ്ഥാനമില്ല. അസം ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കൊണ്ടുവരാൻ മോദി സർക്കാർ സജ്ജമാണ്. പപ്പുമോന്റെ പരിഹാസങ്ങൾക്കും അസൂയയ്ക്കും വികസനം കൊണ്ട് തന്നെ മറുപടി നൽകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അസമിലെ ഗോഗാമുഖിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം അവസാനിച്ചത്. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു ദിശാസൂചകമാണ്. ഒരു വശത്ത് വികസനത്തിന്റെ കൃത്യമായ കണക്കുകൾ നിരത്തുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയെ അക്കമിട്ട് നിരത്താൻ മോദിക്ക് സാധിച്ചു. രാഷ്ട്രീയം എന്നത് വെറും സെൽഫി എടുക്കലോ വിദേശ യാത്രകളോ അല്ലെന്നും അത് താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള കഠിനാധ്വാനമാണെന്നും മോദി തെളിയിച്ചു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്തെ പ്രതിപക്ഷ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ. സ്വന്തം നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അന്യനാടുകളിൽ പോയി ഇന്ത്യയെ താഴ്ത്തി കാണിക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തണമെന്ന വലിയൊരു സന്ദേശമാണ് ഈ പ്രസംഗം നൽകുന്നത്. ദുരന്തമുഖങ്ങളിൽ എത്തുമ്പോൾ കാണിക്കുന്ന ആ ഒരു നിമിഷത്തിൽ സഹാനുഭൂതി പ്രകടനത്തിനപ്പുറം ആ പാവപ്പെട്ടവർക്ക് സ്ഥിരമായി തലചായ്ക്കാൻ ഒരിടം ഒരുക്കി കൊടുക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം ഇരിക്കുന്നത്. അസമിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത്തരം ഉറപ്പുള്ള ഭാരതമാണ്. BJPയുടെ ഗ്യാരണ്ടി എന്നത് വെറും വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ലെന്ന് അസമിലെ ലക്ഷക്കണക്കിന് വീടുകളും അവിടുത്തെ വിദ്യാലയങ്ങളും ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. പാവപ്പെട്ടവന്റെ മക്കൾക്കും ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സാഹചര്യം ഒരുക്കുന്ന സർക്കാർ അസമിനെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഒരു കാലത്ത് വികസനത്തിന്റെ കാര്യത്തിൽ അവഗണിക്കപ്പെട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. പപ്പുമോൻ ജനങ്ങൾക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് ഈ റാലിയിലെ ജനസാഗരം വിളിച്ചു പറയുന്നുണ്ട്. കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറം ആരുടെ കയ്യിലാണ് സുരക്ഷിതമായ ഒരു ഭാവിയുള്ളതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അസം ഇന്ന് മാറ്റത്തെ കാത്തിരിക്കുകയാണ്. ആ മാറ്റം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയൊരു തരംഗമായി മാറുമെന്ന് ഉറപ്പാണ്. കുടുംബവാഴ്ചയുടെയും അഭിനയത്തിന്റെയും രാഷ്ട്രീയത്തിന് വിട നൽകി വികസനത്തിന്റെയും ഉറപ്പിന്റെയും പാത തിരഞ്ഞെടുക്കാൻ അസം തയ്യാറായി കഴിഞ്ഞു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ റാലി അവസാനിച്ചത്. ഈ ജനവികാരം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.